തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉദയന്നൂർ ദേവീക്ഷേത്രം. ഉദയന്നൂർ ദേവീക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണെന്ന് പറയുന്നത് അടയാണ്. വട്ടയിലയിൽ പൊതിഞ്ഞുണ്ടാക്കുന്ന അട. ക്ഷേത്രത്തിലെ അടയുടെ സ്വാദ് ഒരിക്കലും നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കിട്ടില്ല. അതൊരു പ്രത്യേക രുചി തന്നെയാണ്. അട തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് കുത്തരിയാണ്. കുത്തരിയും പഴവും തേങ്ങയും മാത്രം ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു നാഴി ഇവിടെ ചമ്പാ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കുക. നന്നായിട്ട് കുതിർത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ ഉപയോഗിച്ച് അതിനെ അരച്ചെടുക്കുക. ഇവിടെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറേശ്ശെ ഇട്ട് അത് ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളമായി പോകരുത്, കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നല്ല ഫൈൻ പേസ്റ്റ് നല്ല രീതിയിൽ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 10-11 പഴം എടുത്തിട്ടുണ്ട്, ചെറുപഴം. അത് തൊലിയെല്ലാം കളഞ്ഞ് അത് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. ഇവിടെ അത് ശർക്കരയോ പഞ്ചസാരയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. വെറും അരി, തേങ്ങ, പഴം, ഇത് 3 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് തേങ്ങ വേണം. തേങ്ങ ചിരകിയത് എടുത്ത് ഈ പഴത്തിന് മീതെ ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി വയ്ക്കുക. പഴം ഞവടേണ്ട കാര്യമില്ല, ഒന്ന് ഇളക്കി വെച്ചാൽ മാത്രം മതി. അതിൽ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം അതിനൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ എണ്ണ തടവിയതിന് ശേഷം, എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഈ ഇലയുടെ നടുക്ക് വെച്ച് ഒന്ന് പരത്തുക. പരത്തിയതിന് ശേഷം നന്നായിട്ട് പരത്തിയതിന് ശേഷം ഈ തേങ്ങയും പഴവും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് ഇല പൊതിഞ്ഞെടുക്കുക. രണ്ട് സൈഡും മടക്കി അപ്പുറം ഇപ്പുറം മടക്കിയതിന് ശേഷം അതിനെ പൊതിഞ്ഞ് എടുക്കുക. ഇവിടെ എനിക്ക് വട്ടയില കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വാഴയില ഉപയോഗിച്ചത്. വാഴയിലയിലാണെങ്കിൽ വെളിച്ചെണ്ണ അതിൻ്റെ മീതെ ഒന്ന് തടവി കൊടുക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് വിട്ട് കിട്ടില്ല. വെളിച്ചെണ്ണ തടവി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്ന് വിട്ട് കിട്ടും. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഈ ഉദയന്നൂർ അമ്പലത്തിലെ അട ഒരിക്കൽ കഴിച്ചത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് അവിടുത്തെ അട. അവിടുത്തെ ഉദയന്നൂർ അമ്പലത്തിൽ അവിടുത്തെ വയലിൽ നിന്ന് കൊയ്തെടുക്കുന്ന നെല്ല്
കുത്തി ഉണ്ടാക്കുന്ന അടയ്ക്ക് വളരെയധികം ടേസ്റ്റാണ്. അവർ ആ അരിയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെല്ലാം മടക്കിയെടുത്തതിന് ശേഷം ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക. അത് വെള്ളം തിളച്ചതിന് ശേഷം ഒരു തട്ടെടുത്ത് വെച്ച് ഇതെല്ലാം പറക്കി വെച്ച് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഒരു 20-25 മിനിറ്റ് വേണ്ടി വരും ഇത് വെന്ത് കിട്ടാൻ. 20-25 മിനിറ്റ് വരെ വേവിക്കുക. വെന്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണവും ഇലയുടെ നിറം തന്നെ മാറി വരും. അതിനുശേഷം തുറന്ന് നോക്കി ഒന്ന് പൊളിച്ച് നോക്കുക. ഇലയിൽ നിന്ന് വിട്ട് വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇവിടെ അടിപൊളി ഇലയട തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കുക.